നമസ്കാരം കൊച്ചി. എന്റെ സൗണ്ട് ഇത്തിരി പോയിരിക്കണോണ്ട് ക്ഷമിക്കണം. എന്ത് പറ്റി? ഞാൻ IM ഗെയിം ഷൂട്ട് ചെയ്തതാണ്. IM ഗെയിമിൽ ഒരുപാട് ആക്ഷനും അലർച്ചകളും ഒച്ചയുണ്ടാക്കി എന്റെ സൗണ്ട് പോയി. ഇപ്പൊ 2 വർഷമായി അടുപ്പിച്ച് ഞാൻ അന്യഭാഷ സിനിമകളായിട്ടാണ് നാട്ടിൽ വരുന്നതെന്ന് അറിയാം. എന്നാൽ ഇതിനെല്ലാത്തിനും മേക്കപ്പ് ചെയ്തുകൊണ്ട് ഐ തിങ്ക് IM ഗെയിം നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും മീറ്റ് ചെയ്യുന്ന സിനിമയായിരിക്കും, അല്ലെങ്കിൽ എക്സീഡ് ചെയ്യുന്ന സിനിമയായിരിക്കും. അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ ഇടുന്നുണ്ട്. കൊച്ചി തന്നെയാണ് ഓൾമോസ്റ്റ് ദ ഷൂട്ട്. ഞാനിപ്പോൾ ഓക്കെ കാന്തനെ കുറിച്ച് സംസാരിക്കും. ഇത് എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ഏറ്റവും അംബിഷ്യസ് ആയിട്ടുള്ള സിനിമയാണ് കാന്ത. ഞാൻ 2019 ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇപ്പോൾ 6 കൊല്ലമായിട്ട് ഞങ്ങൾ ഈ സിനിമയായിട്ട് യാത്ര ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഈ ഡയറക്ടറിനെ ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാനൊരു ഉച്ച സമയത്ത് നരേഷൻ പ്ലാൻ ചെയ്ത് ഇയാളായിട്ട് ഞാൻ മീറ്റ് ചെയ്തു. എനിക്ക് അന്ന് രാത്രി ഒരു ഡിന്നറിന് പോകണ്ടായിരുന്നു. 5 മണിയായി, 6 മണിയായി, 7 മണിയായി, 7:30 മണിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, സെൽവ എനിക്കൊരു ഡിന്നറിന് പോകാനുണ്ട്, ഒരു 10 മിനിറ്റിനുള്ളിൽ. പുള്ളി പറഞ്ഞു, സാർ ഒരു 10 മിനിറ്റ് കൂടി, ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഫസ്റ്റ് ഹാഫ് തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നീണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള നെറേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫ് നെറേറ്റ് നമ്മൾ ഒരു 4-5 മണിക്കൂർ എടുത്തുകൊണ്ട് ഒരു 10 മണിക്കൂർ ഇരുന്ന് കേട്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ നരേഷൻ കേൾക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഡ്രാമയുള്ള, ത്രിൽസ് ഉള്ള, റൊമാൻസ് ഉള്ള, കഥയുള്ള ഒരു സിനിമയാണ് കാന്ത. ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ചെന്നൈയിലായതുകൊണ്ട് ഞങ്ങൾ തമിഴിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർ, മലയാളികൾ എല്ലായിടത്തും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്ന പ്രേക്ഷകരാണ് ഞാൻ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ നമ്മൾ വരവേൽക്കാറുണ്ട്. കേരളത്തിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും. ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ ഇതേവരെ എനിക്ക് തോന്നുന്നു പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള സിനിമയാണ്. എൻ്റെ ബ്രദറായ റാണയും ഞാനും ഒന്നിക്കുന്ന സിനിമയാണ്. ഞങ്ങൾക്കൊരു 8-9 ക്ലാസ് മുതലുള്ള പരിചയമാണ്. ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്നോ ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊന്നും സ്വപ്നം കണ്ട ആൾക്കാരല്ല. അതുകൊണ്ട് ഇതൊരു കാണാത്തൊരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു മോമെൻ്റാണിത്. അത് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ലൈഫിൽ റാണയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും കനിസാറിനാണെങ്കിലും ഭാഗ്യശ്രീക്കാണെങ്കിലും ഇങ്ങനെ ഒരു സിനിമ ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് സ്പെഷ്യലായിട്ടുള്ള മൂവിയാണ്. സമുദ്രകനി സാർ എനിക്ക് ഒരു ഗുരുനാഥനെ പോലെ, ഒരു മെൻറ്ററിനെ പോലെ, ഒരു അച്ഛനെ പോലെ ഈ പടത്തിൽ ത്രൂഔട്ട് എനിക്ക് അത്രയും സ്നേഹം തരികയും എനിക്ക് അത്രയും റെസ്പെക്റ്റ് തരികയും അത്രയും സ്പേസ് തരികയും എന്നെ അത്രയും പ്രോത്സാഹിപ്പിച്ച വേറൊരു സഹനടനില്ല. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള എല്ലാ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്യും. ഇപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള സിനിമയും ഇഷ്ടമുള്ള ഇതിനുശേഷം ഇവിടെ എനിക്ക് വേറെ സിനിമകളൊന്നും കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, വേറെ കഥാപാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് കാന്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് കനി സാർ. അപ്പം എല്ലാവരും അത്രയ്ക്ക് എനിക്ക് പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം അത്രയും ഇറ്റ്സ് ഡിയർ ടു മീ. നിങ്ങൾ ഈ കാണുന്ന ട്രെയിലർ ഒരു 3.5 മിനിറ്റാണ്. ഈ 2.5 മണിക്കൂർ സിനിമയിൽ നിങ്ങൾ വിചാരിക്കാത്ത പോലത്തെ ഡ്രാമയും സീൻസും സീക്വൻസും ഒക്കെ ഉണ്ടാവും. നല്ല മ്യൂസിക്കാണ്. ഇതൊരു സെൽവമണി സെൽവരാജ് നമ്മുടെ ഡയറക്ടേഴ്സ് ഒരു വലിയ ടാലൻ്റാണ്. എനിക്ക് തോന്നുന്നു ഇനി ഭാവി സിനിമയിൽ തമിഴിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു പേരെടുത്ത ഫിലിം മേക്കറായിട്ട് മാറും. അദ്ദേഹം ഇന്ന് ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ബിസിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അദ്ദേഹത്തിന് മുമ്പത്തെ പ്രോജക്റ്റ് ഹണ്ട് ഫോർ വീരപ്പൻ നെറ്റ്ഫ്ലിക്സിൽ എപ്പോഴും ഉണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെൻ്ററി സീരീസാണ് ഇത്. അദ്ദേഹത്തിന് ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ്. ഞങ്ങളിത് ഈ 6 കൊല്ലമായിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും പിന്നീട് ഒരു 5-6 മാസം ഇതിൻ്റെ ഷൂട്ടിലും പിന്നീട് 10 മാസം ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഇത്രയും സമയമെടുത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമ വേറെ ഉണ്ടാവില്ല. എനിക്കത് അഫോർഡും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇനി ഒരു 6 കൊല്ലം എടുത്താൽ ഞാൻ ഒരു 50 വയസ്സെടുത്താവും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും സമയം കിടക്കുക. പക്ഷേ എവറി മോമെൻറ്റ്, എവറി സെക്കൻഡ് വി സ്പെൻഡ് ഓൺ ദിസ് ഫിലിം ഹാസ് ബീൻ ആബ്സല്യൂട്ട്ലി വർത്ത്. ഭാഗ്യശ്രീ ബോർസെ ഇന്ന് തെലുങ്കിലും തമിഴിലൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷെ ഭാഗ്യശ്രീയുടെ ആക്ച്വലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു 5-6 മാസം ഓഡിഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ കുമാരി എന്ന കഥാപാത്രത്തെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു ടീമാണിത്.
അങ്ങനെ ഭാഗ്യശ്രീയാണ് കുമാരിയായിട്ട് വന്നത്. ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതായിരുന്നു, പക്ഷെ ഞങ്ങളുടെ ഡിലേസ് കാരണം ഭാഗ്യശ്രീ പിന്നീട് വേറെ 2 സിനിമയൊക്കെ അഭിനയിച്ച് ഇപ്പോൾ തന്നെ ഒരു വലിയ സ്റ്റാറാണ്. നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി. പക്ഷെ എന്നാൽ ഞങ്ങൾ എല്ലാ വേദിയിലും പറയും ആദ്യം കണ്ടുപിടിച്ചത് ഞങ്ങളാണ്, ഞങ്ങൾ ഈ ക്രെഡിറ്റ് ആർക്കും കൊടുക്കില്ല. ഭാഗ്യശ്രീയുടെയും എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും ഒരു പെർഫോമൻസും ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇനി ഭാവിയിൽ മലയാളത്തിലും ചിലപ്പോൾ അഭിനയിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും അതുപോലെ ഒരു സ്വീകരണം കൊടുക്കണം കാന്തയിലൂടെ. ഞാൻ ആരെങ്കിലും മിസ് ചെയ്യണമെന്ന് അറിയില്ല, പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം പ്രശാന്ത് ആൻഡ് ജോൺ വർഗീസ് ഇവർ ബാക്കിൽ നിന്ന് ഈ പറയുന്ന വലിയ വലിയ ഡിസിഷൻസ് ഒക്കെ എടുക്കും. പിന്നെ എനിക്കും റാണയ്ക്ക് ഇതുപോലെ ആർട്ടിസ്റ്റിക്കലി ചിന്തിക്കാനും സമയമെടുത്ത് എഴുതാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സൈഡ് കൺട്രോൾ നോക്കുന്നതും ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് തരുന്നതൊക്കെ ഇവരാണ്. അതുകൊണ്ട് ഈ പടം ഹിറ്റാക്കി എടുക്കേണ്ടത് ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യമാണ്, കാരണം അവരത്രയും പ്രഷറിലാണ്. അതുകൊണ്ട് എല്ലാവരും പ്ലീസ് നവംബർ 14 എല്ലാവരും പോയി സിനിമ കാണണം. ഇത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. സോ പ്ലീസ് എല്ലാവരും ഗിവ് ഇറ്റ് എ ചാൻസ്. പണ്ട് ഒരാൾ പറഞ്ഞ പോലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നോക്കും, എന്തായാലും ഇഷ്ടപ്പെടും. Ask you this, Bhagyashree, you've watched Dulquer's films, right? Tell me some of your favorite Dulquer films. There are so many, but Telugu, he's got a pattern. I want you to identify the pattern. Sometimes. Yeah. I mean, the only pattern is he chooses the best scripts, I would say. Yeah? Okay. I think he has a thing for, like, the retro period. A retro star. I mean, Mahanati. ഞാൻ സ്വയം എന്നതിനെ വിളിക്കുന്നത് അതെന്താ? ആക്ച്വലി ഈ സിനിമ കാന്ത എൻ്റെ അടുത്ത് ആദ്യം വരുമ്പോൾ ഞാൻ എനിക്കത് മഹാനടി കഴിഞ്ഞൊരു കൊല്ലം അങ്ങനെ ആയിട്ടുള്ളൂ. അപ്പോൾ ആണ് എനിക്കൊരു പിച്ച് ഡെക്ക് പോലെ കുറേ ഡയഗ്രാംസ് ഒക്കെ വരച്ചിട്ട് ഒരു ബേസിക് ഇതിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനം എനിക്ക് അയച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു മച്ചാ ദിസ് ലുക്സ് ലൈക്ക് ഇത് വീണ്ടും മഹാനടി, ഞാൻ എന്നെ കൊണ്ട് പോയി, ഞാനില്ല എന്നെ എല്ലാവരും പീരിയഡ് സ്റ്റാർ ആക്കും, റെട്രോ സ്റ്റാർ എന്നെ കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ നോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീണ്ടും പക്ഷെ എന്നാലും അവൻ പറഞ്ഞു നീ ഒന്ന് കേട്ട് നോക്കി, ശരിയാണ്. പക്ഷെ ഐ തിങ്ക് വി ആർ ബോത്ത് എന്താ പറയുക സക്കേഴ്സ് ഫോർ ലൈക്ക് ഗ്രേറ്റ് സിനിമ. അത് ഏത് ജോണറാണെങ്കിലും അത് എന്ത് റിപ്പീറ്റ് ആണെങ്കിലും, ഞാൻ ഒരു സമയത്ത് ലവ് സ്റ്റോറീസ് ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിലെവിടെയെങ്കിലും നല്ല സിനിമയുണ്ട്, നല്ലൊരു ഒറിജിനൽ കഥയുണ്ടെങ്കിൽ എന്തായാലും നമ്മളത് ചെയ്തു. So ഈ ഒരു ചിത്രം കാന്ത is described as a period noir drama thriller. ഇതിലേതാ? ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ പടം ഈ 5-6 കൊല്ലം എടുത്തത് ഞങ്ങൾക്ക് ലോക്ക് ചെയ്യാം. കാരണം ഞങ്ങൾക്ക് തന്നെ ഇത് ഓരോ തവണയും ഇത് ഏത് ജോണറായിരിക്കും, ഇത് എങ്ങോട്ടൊക്കെ ഇത് പോകുന്നത്. ഇത് സെൽവയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏത് ഡയറക്ഷനിലോട്ടും പുള്ളിക്ക് എഴുതാം. പുള്ളി എഴുതിക്കൊണ്ടിരിക്കും. ഇത് എഴുതി വേറെ എവിടെയെങ്കിലും എത്തുമ്പോൾ ഞങ്ങൾ തിരിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ പടത്തിന് ഒറിജിനൽ ഐഡിയയിലോട്ട് കൊണ്ടുവരണം. അങ്ങനെ ഇത് ലോക്ക് ചെയ്യാൻ തന്നെ ഒരുപാട് സമയമെടുത്തു. അതുകൊണ്ട് ഇതൊരു ജോണർ ബെൻഡറാണ്. നിങ്ങൾ ചിലപ്പോൾ പടം തുടങ്ങുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോണർ ആയിരിക്കില്ല ഒരു ഇന്റർവെൽ ആകുമ്പോഴത്തേക്കും, അതേപോലെ തന്നെ ആയിരിക്കും രണ്ടാം പകുതി. Okay, perfect. That is എനിക്ക് തോന്നിയൊരു ക്വസ്റ്റൻ ആണ്. I want to ask you now, Bhagyashree. Dulquer Salman is one of the most celebrated actors in our country right now, whichever language it be. Vijay Deverakonda, done. Dulquer Salman, done. Who next would you like to share the screen with? Anywhere. Oh, you can wish, no? Is there an actor you want to really work with? Malayalam undenkil even better for us. പക്ഷേ you can say whoever. I mean, I would love to work with DQ again, and Yeah? then there is. You can take some other names. You don't have to pick No, I really admire Prithviraj sir too from Malayalam. So yeah. You really admire? Prithviraj. Oh, Prithviraj, of course. Of course. എൻ്റെ പൊന്ന് DQ അവിടെ ഒച്ച അലറുന്ന 2-3 ചെക്കന്മാരോട് ഒന്ന് ഇങ്ങോട്ട് വരുമോ എൻ്റെ കൂടെ?